വയനാട് ജില്ലയിൽ കൽപ്പറ്റ മുൻ മുനിസിപ്പൽ കൌൺസിലർ അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച നേതാക്കൾ ബിജെപിയിൽ ചേർന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ നേതാക്കളെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. വിവരങ്ങളുമായി PS അർജുൻ നമുക്കിപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്, അല്ലെങ്കിൽ ആഴ്ചകളാണ് അവശേഷിക്കുന്നത്. ഇതിനിടയിൽ കൂടുതൽ പേർ ബിജെപിയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. ഇത് വയനാട്ടിലെ സ്ഥിതി മാത്രമല്ല, മറ്റ് പല ജില്ലകളിൽ നമുക്ക് കാണാം. എന്തായാലും വയനാട്ടിലെ സ്ഥിതി എന്താണ്? വയനാട് ജില്ലയിൽ കൽപ്പറ്റ മുൻ മുനിസിപ്പൽ കൌൺസിലർ അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച നേതാക്കൾ ബിജെപിയിൽ ചേർന്നു എന്നുള്ളതാണ്. ബിജെപിയിലേക്ക് മറ്റ് CPM കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഒഴുക്ക് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്നാണ് അത്തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയിലാണ് നേതാക്കളെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. നമുക്ക് PS അർജുൻ തയ്യാറാണ്. അർജുൻ, നമ്മൾ പറയുകയായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ പല ജില്ലകളിലെയും സ്ഥിതി പരിശോധിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം അവശേഷിക്കുമ്പോൾ CPM കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഒഴുക്ക് ബിജെപിയിലേക്ക് നമുക്ക് കാണാം. വയനാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. അർജുൻ, പറയൂ, വയനാട്ടിലെ നിലവിലത്തെ സാഹചര്യങ്ങൾ, ഒപ്പം ആരൊക്കെയാണ് ബിജെപിയിലേക്ക് എത്തിയിരിക്കുന്നത്? തീർച്ചയായും രാഗി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല പഞ്ചായത്തുകളിൽ നിന്നും ഇത്തരത്തിൽ വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ തവണ 13 വാർഡുകളാണ് BJPക്ക് NDAക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ ഇത് അതിൽ കൂടുതലാക്കുവാനാണ് ഈ ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. മാത്രമല്ല, പഞ്ചായത്ത്, അതായത് പൂതാടി പഞ്ചായത്ത് അടക്കമുള്ള 2-3 പഞ്ചായത്ത് അടക്കം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് BJPയും അതുപോലെ തന്നെ NDAയും ഉള്ളത്. എന്നോണമാണ് കഴിഞ്ഞ ദിവസം RJD നേതാവും അതുപോലെ തന്നെ കൽപ്പറ്റ മുൻ മുനിസിപ്പൽ കൗൺസിലറുമായ KJ ജീവചന്ദ്രൻ, അതായത് മുൻ കൗൺസിലറാണ്, അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ പാർട്ടിയിലേക്ക് ചേർന്നത്. മാത്രമല്ല, INTUC സംസ്ഥാന കൗൺസിൽ മെമ്പറായിട്ടുള്ള സുരേഷ് കുമാർ PK, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനായ ജിതേഷ് കണ്ണൻ എന്നിവരാണ് രാജിവെച്ച് BJPയിലേക്ക് എത്തിയത്. ഇത്തരത്തിൽ സംസ്ഥാന കൗൺസിലർ സുരേഷ് കുമാർ പറയുന്നത് തനിക്ക് ഇവിടെയുള്ള ഗ്രൂപ്പ് വഴക്ക്, അതായത് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് വഴക്ക് മൂലമാണ് താൻ ഇത്തരത്തിൽ BJPയിലേക്ക് എത്തുന്നത്. മാത്രമല്ല, ദേശീയതയെ അംഗീകരിച്ചുകൊണ്ട് ദേശീയതയുടെ പാതയിലേക്ക് എത്തുവാനാണ് തനിക്ക് താല്പര്യം എന്നുള്ളതടക്കം ഇവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം BJP ഓഫീസ് ആസ്ഥാനത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഷാൾ അണിയിച്ചുകൊണ്ട് BJP ജില്ലാ പ്രസിഡന്റ് ഇവരെ ഈ ദേശീയതയിലേക്ക് സ്വീകരിച്ചത്. വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ BJPയിൽ വരുമെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വരുന്ന ആളുകൾ, അതായത് മുൻ കൗൺസിലറായിരുന്ന ആളുകൾ അടക്കം ഇത്തരത്തിൽ BJPയിൽ എത്തുകയും തുടർന്ന് BJPക്ക് വേണ്ടി മത്സരിക്കും എന്നുള്ളതടക്കം അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ് BJP വയനാട്ടിലുള്ളത്. മറ്റ് പഞ്ചായത്തുകൾ, പൂതാടിയാണ് പ്രധാനമായും BJP നോക്കുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത്. പൂതാടി അതുപോലെ തന്നെ തൊണ്ടർനാട് പഞ്ചായത്തുകളൊക്കെ ഇത്തവണ BJP വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ മറ്റ് ഇടങ്ങളിൽ നിന്നും രാജിവെച്ചുകൊണ്ട് വീണ്ടും BJPയിലേക്ക് ആളുകൾ എത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് BJPക്ക് നൽകുന്നത്. ശരി അർജുൻ, വയനാട് ജില്ലയിൽ കൽപ്പറ്റ മുൻ മുനിസിപ്പൽ കൌൺസിലർ അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച നേതാക്കൾ BJPയിൽ ചേർന്നു എന്നുള്ളതാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ നേതാക്കളെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. PS അർജുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.